നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 667 667. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 667. ലക്ഷ്മണ വിവാഹം 165 സർഗം ലീലാകാന്ഡത്തിൽ. അതെ, അതിൽ 10ാമത്തെ ശ്ലോകം പറഞ്ഞു നിർത്തി. 10ാമത്തെ ശ്ലോകം: പാടില്ല കെട്ടുവിഞ്ചെന്നു വന്നുകൊള്ളട്ടെ വൃഷ്ണികൾ, കൗരവന്മാർക്കെഴും കയ്യു കറിഞ്ഞിട്ടില്ല ഇതുവരെ. അതായത് ദുര്യോധനൻ്റെ മകളായിരിക്കുന്ന ലക്ഷ്മണയുടെ വിവാഹമണ്ഡപത്തിൽ ആസന്നനായിരിക്കുന്ന അനിരുദ്ധൻ പെട്ടെന്ന് ചാടി എണീറ്റ് ബൈ ഫോഴ്സ് ലക്ഷ്മണയെ കൊണ്ട് കൈ പിടിച്ച് തൻ്റെ കഴുത്തിൽ വർണ്ണമാല ഇട്ടു പാണിഗ്രഹണം ചെയ്ത് കൊണ്ടുപോരാണ്. അതിൽ മനം നൊന്ത് ഈ വൃഷ്ണികളെ, യദുക്കളെ, സ്ഥാനമാനങ്ങളില്ലാത്തവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ യുദ്ധത്തിന് പുറപ്പെടുന്നു. ഇതാണ് സന്ദർഭം. അപ്പം ഇനി അടുത്ത ശ്ലോകം 11: മഗധാധിപനും മറ്റും പോലെ എന്നോർത്തണഞ്ഞീടിൽ വീമ്പൊക്കെ വിട്ടു നാണിച്ചു മടങ്ങിയിടേണ്ടതായി വരും. മഗധാധിപൻ, അതായത് ജരാസന്ധ യുദ്ധത്തിനെ പോലെയൊക്കെയാണ് അവർ വിചാരിക്കണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ആവില്ല. അത് മനസ്സിലായില്ലേ? അപ്പോൾ അതേമാതിരി പലവരെയും നമുക്ക് പറയാണ്ട്. മഗധാധിപനും മറ്റും പോലെ എന്നോർത്ത് അണഞ്ഞിൽ വീമ്പൊക്കെ വിട്ടു നാണിച്ചു മടങ്ങിയിടേണ്ടതായി വരും. അടുത്തത്: നമ്മൾ തൻ വേഴ്ചയാലാണ് ഇന്ന് ഇവരാ നാടുവാഴ്വതും അതോർപ്പതില്ല. നമ്മുടെ ദയാദാക്ഷിണ്യം കൊണ്ടാണ് ഉഗ്രസേന മഹാരാജാവ് നാടുവാഴണത് എന്നൊക്കെ പറഞ്ഞു. ഇവരെ മൂഢന്മാർ വിവരം കെട്ടു വന്നേടിൽ ഒതുക്കി വിടണം, മേലാൽ തലപൊക്കരുതാവിധം. ഇപ്പോൾ ഒരു പാഠം പഠിപ്പിച്ച് മേലിൽ തല പൊക്കാത്ത രീതിയിൽ അവരെ ശിക്ഷിക്കണം എന്നാണ് പറഞ്ഞേണ്ട താല്പര്യം. വിഷപ്പല്ലുകളോടൊട്ടാകെ അകറ്റി താനയക്കണം. വിഷപ്പല്ലുകളൊക്കെ കൊഴിച്ചിട്ട് അല്ലേ, പാമ്പിനൊക്കെ തല്ലുമ്പോൾ തലക്കടിക്കണം എന്നൊക്കെ പറയും. വളരെ അപമാനകരമായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. സമ്മതിച്ചു ശലൻ. കർണൻ തുടർന്നുള്ളവരെ വരും കൊല്ലായികന്നോർത്തു ഭീഷ്മാദി മഹാത്മാക്കളും ആവിധം. അതായത് ശരി, നമുക്കൊരു കൈ നോക്കാനായി. പോരിനൊരുങ്ങി ഒരുമിച്ച് 6 വിക്രമശാലികൾ ഗാന്ധാരി ചെന്നു ചെയ്യായെന്നുര ചെയ്തും സുയോധനൻ. ഗാന്ധാരി ദേവി പറഞ്ഞു, നിങ്ങളെ അടങ്ങിയിരിക്കൻ, ശരിയല്ല നിങ്ങൾ കാണിക്കണത്. ബലരാമൻ സ്വാമി ആരാന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല. മിണ്ടാണ്ടിരിക്കൻ, നിങ്ങൾ വെറുതെ അവരെ ഇതാക്കരുത്. അപ്പോൾ പറഞ്ഞു, പോരിനൊരുങ്ങി ഒരുമിച്ച് 6 വിക്രമശാലികൾ ഗാന്ധാരി ചെന്നു ചെയ്യായെന്നുര ചെയ്തും സുയോധനൻ കൂട്ടാക്കാതെ പുറപ്പെട്ടാൻ കുരുത്തം കെട്ട ദുർമതി. ഇനി ഇതിലും ഇതെന്താ വേണ്ട? സ്വന്തം അമ്മയാണ് പറഞ്ഞത്. കുരുത്തം കെട്ട ദുർമതി നിൽക്കെന്നു ചൊല്ലിക്കൊണ്ടടുക്കും അവരോടുടൻ വില്ലും കുലച്ചു നിന്നൊറ്റ കൈ എതിർത്താൻ അജിതാത്മജൻ. പിന്നെ ആരെ? പ്രത്യുപ്നനെ അജിതൻ അബ്ജൻ, പിന്നെ ആത്മജൻ. കൂട്ടാക്കാതെ പുറപ്പെട്ടാൻ കുരുത്തം കെട്ട ദുർമതി നിൽക്കുന്നു ചൊല്ലിക്കൊണ്ടടുക്കും അവരോടുടൻ വില്ലും കുലച്ചു നിന്നൊറ്റ കൈ എതിർത്താൻ അജിതാത്മജൻ. 6 ആളെയും ഒരേപോലെ വിഷമിപ്പിച്ചു വീര്യവാൻ. വെള്ളം കുടിപ്പിച്ചു.
ഒരേശരം തൊടുത്ത് 6 വില്ലും ഛേദിക്കും ആ വിധം പരാക്രമം കണ്ടു വാഴ്ത്തി സ്തുതിച്ചാരവരെ വരും. ഇയാൾ തർക്കമൊന്നുമില്ലല്ലോ, യുദ്ധവൈദഗ്ധ്യം അങ്ങേയറ്റം. അതോർത്ത് അസ്ത്രങ്ങൾ പിന്നീട് തൊടുത്തിയിടാതെ നിൽക്കവേ. അപ്രീഷിയേഷൻ ഉണ്ട് തന്നെ, ഒരു പോസ് കൊടുക്കുക എന്ന് വിചാരിച്ച് അതോർത്ത് അസ്ത്രങ്ങൾ പിന്നീട് തൊടുത്തിടാതെ നിൽക്കവേ പെട്ടെന്നടുത്ത് 6 പേരും ഒപ്പം ബന്ധിച്ചു സാമ്പനെ പെട്ടെന്ന് കെട്ടിയിട്ടു. ചിലപ്പോൾ ഞാൻ അറിയാതെ കൊണ്ട് ആ വാക്ക് അവിടെ അജിതാത്മജൻ എന്നാണ്. അജിതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ മകൻ പ്രത്യുപ്നനാവാനാണ് അവിടെ വഴി. ഇനി എനിക്ക് ഇത് കേട്ടപ്പോൾ പ്രത്യുപ്നൻ്റെ സാമ്പൻ്റെ ഒപ്പം പ്രത്യുപ്നൻ ഉണ്ടോ അല്ലെങ്കിൽ സാമ്പനെ തന്നെയാണോ പറഞ്ഞത്? സാമ്പനും സോറി എൻ്റെ അടുത്തുള്ള തെറ്റ് പറ്റിയത്. എനിക്ക് ഇന്നലെ ഉണ്ട് ഒരു മിസ്റ്റേക്ക്. എന്താ, ഈ സാമ്പൻ സത്യഭാമയുടെ അല്ല, ജാമ്പവതി പുത്രനാണ് അല്ലേ? ജാമ്പവതി പുത്രൻ എന്നല്ല പറയാം. ഞാൻ ഇന്നലെ ഇവിടെ ഇതിനെപ്പറ്റി പറയണ്ടേ. അപ്പോൾ ഭഗവാന്റെ മകൻ തന്നെയാണ് സാമ്പൻ. ഞാൻ ഈ അനിരുദ്ധൻ എന്ന് തെറ്റിദ്ധരിച്ചു കേട്ടോ, സോറി, അവിടെയാണ് തെറ്റ് പറ്റിയത്. അനിരുദ്ധൻ എന്ന് ഞാൻ പറഞ്ഞു, അത് തെറ്റുപറ്റി. ഇനി അത് എങ്ങനെയാണ് ഇപ്പോൾ തിരുത്തുക എന്ന് എനിക്കറിയില്ല. സംഗതിയിൽ കാര്യങ്ങൾ മനസ്സിലായാൽ മതി. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയെങ്കിൽ ഞാൻ തിരുത്താം. അല്ലാണ്ടപ്പോൾ ഞാൻ എന്താ പറയുക. അപ്പോൾ പാർപ്പിച്ചു കന്യയോടൊപ്പം ഹസ്തിനരാജധാനിയിൽ പാർപ്പിച്ചു കന്യയോടൊപ്പം. അതായത് സാമ്പൻ്റെ പിന്നെ എനിക്ക് ഒന്നുകൂടി ക്ലിയർ ചെയ്യണം, അത് വെറുതെ ഇങ്ങനെ വായിച്ച് പോയാൽ പറ്റില്ലല്ലോ. സാമ്പൻ ജാമ്പവതി സുതൻ, സോറി, അത് ക്ലിയറായി. മതി. താരുണ്യലക്ഷ്മി പോലാർക്കതണഞ്ഞിങ്ങനെ നിൽക്കവേ സർവേശ്വരൻ്റെ മകനാം സാമ്പൻ ജാമ്പവതി സുതൻ. അനിരുദ്ധനല്ല അവിടെ രംഗത്തിൽ. അനിരുദ്ധൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റുപറ്റി. അപ്പോൾ അനിരുദ്ധൻ്റെ അച്ഛൻ പിന്നെ പ്രത്യുപ്നൻ എന്ന് പറഞ്ഞതും തെറ്റുപറ്റി കേട്ടോ. ഇനി ഇങ്ങനെ പോകാം നമുക്ക്. അപ്പോൾ പറഞ്ഞു, പാർപ്പിച്ചു കന്യയോടൊപ്പം ഹസ്തിന രാജധാനിയിൽ വിവരം നാരദർ ചൊല്ലി അറിഞ്ഞുടനെ വൃഷ്ണികൾ. നാരദർ വന്ന് പറഞ്ഞു, ഉടനെ വൃഷ്ണികൾ പുറപ്പെട്ടു കൊടുന്ന് ഉഗ്രസേന മഹാരാജാവോട് ചോദിച്ചു സർവരും. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് എത്ര കയ്യൂക്കുണ്ടെങ്കിലും തല മുതിർന്ന ആൾക്കാരോട് നമ്മൾ ആരുടെ ശിക്ഷണത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യണത്? ഉഗ്രസേന മഹാരാജാവ് ഒരാളുണ്ടല്ലോ അവിടെ അല്ലേ? അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ച് ഗുരുത്വം വാങ്ങിയിട്ടാണ് ഇവർ പുറപ്പെടുന്നത്. ഉഗ്രസേന മഹാരാജാവോട് ചോദിച്ചു സർവരും കുരുക്കളോട് യുദ്ധത്തിനൊരുങ്ങി നടകൊള്ളുകവേ. യദുക്കളും കൗരവരും തമ്മിൽ കലഹം ആവിധം പാടില്ല, ഞാൻ വേണ്ട വിധം ചെയ്യാമെന്ന് അസിതാംബരൻ. അതായത് ബലരാമസ്വാമിക്ക് ഒരു യുഗം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ ദുര്യോധനൻ കേൾക്കും. കാരണം ദുര്യോധനന് മറ്റേ ഗദായുദ്ധം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് പാടില്ല കലഹം. യദുക്കളും കൗരവരും തമ്മിൽ കലഹം ആ വിധം പാടില്ല, ഞാൻ വേണ്ട വിധം ചെയ്യാമെന്ന് അസിതാംബരൻ ഉര ചെയ്തുടൻ ഉദ്ധവാദ്യരോടൊത്ത് ഒരു തേർത്തടം ഏറി നിന്നാൻ. ഉദ്ധവരേനും കൂട്ടി വലിയ ഒരു സ്വർണ്ണ തേരിൽ കയറി ഗുരു ശുക്രബുധാദ്യർ ചേർന്ന് വിണ്ണണിയിക്കും വളർത്തിങ്കൾ പോലവേ. അവിടെ ഒരു ഉപമ പറഞ്ഞു, എന്താ ഉണ്ടാവും? ശുക്രാചാര്യർ ആരുടെ? അസുരന്മാരുടെ ഗുരുവാണ്. ശുക്രാചാര്യൻ ബുധാദ്യർ ചേർന്ന്, ശുക്രനും ബുധനും ഒക്കെ ചേർന്നാൽ ചന്ദ്രൻ എങ്ങനെ ഉണ്ടാവും? അതേപോലെ വിണ്ണണിയിക്കും വളർത്തിങ്കൾ പോലവേ, പൂർണ്ണചന്ദ്രനെ പോലെ. ഇത് ശ്രീകൃഷ്ണൻ അതവിടെ നിന്നു കഴിഞ്ഞു. ഇനി അടുത്തതെല്ലാം യുദ്ധത്തിൻ്റെയും ഹസ്തനപുരി തൻ്റെ നുകം കൊണ്ട്, നുകല്ല കരി കൊണ്ട് കൊളുത്തി ഒലിച്ച്
ഒരു പ്രക്രിയ കാണുന്നുണ്ട്. നോക്കാം. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ പഞ്ചഷഷ്ട്യോധി ശതതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി 166 അധ്യായത്തിൽ ദുര്യോധന അഹങ്കാരം. ദുര്യോധനന് അഹങ്കാരം ഇല്ലെങ്കിൽ പിന്നെ ആർക്കാ അഹങ്കാരം ഉണ്ടാവുക? ദുർനയമായ രീതിയിൽ കാശ് സമ്പാദിക്കാമെന്നാണല്ലോ വാക്കിൻ്റെ പേര് അല്ലേ? അപ്പോൾ ഹസ്തിനാപുരിതൻ ബാഹ്യോദ്യാനത്തിൽ അജിതാഗ്രജൻ, അജിതൻ ശ്രീകൃഷ്ണൻ്റെ ഏട്ടൻ അജിതാഗ്രജൻ, ഹസ്തിനാപുരിതൻ ബാഹ്യോദ്യാനത്തിൽ അജിതാഗ്രജൻ ഇരുന്നു മതിമാൻ വാചസ്പതിതൻ പ്രിയ ശിഷ്യനെ. ബൃഹസ്പതിയുടെ പ്രിയ ശിഷ്യനായിരിക്കുന്ന ഉദ്ധവരേനെ ദൂത് പറഞ്ഞേക്കാണ്. ഞാൻ പിന്നെ എന്താണെന്നാ പറയുക, വന്നിട്ടുണ്ടെന്ന് അറിയിക്കുന്നു. അപ്പോൾ ഹസ്തിനാപുരിതൻ ബാഹ്യോദ്യാനത്തിൽ അജിതാഗ്രജൻ ഇരുന്നു മതിമാൻ വാചസ്പതിതൻ പ്രിയ ശിഷ്യനെ അയച്ചാൻ കൗരവന്മാർ തൻ അഭിപ്രായം അറിഞ്ഞിടാൻ. ഭക്താവതംസമായി മിന്നും ഉദ്ധവൻ വിനയാന്യുതൻ. ഉദ്ധവനാണെങ്കിൽ പരമവിനയാന്യുതനാണ്. ധൃതരാശനെ വന്നിച്ചു ഭീഷ്മദ്രോണാദി സമ്മതൻ. രാജാവ് കണ്ണു കണ്ടില്ലെങ്കിലും ധൃതരാഷ്ട്രല്ലേ പോയി റാം റാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഭീഷ്മരെ ദ്രോണാദി കൃപാചാര്യനൊക്കെ പോയി കണ്ടു. ഭീഷ്മ ദ്രോണാദി സമ്മതന്ന, അവർക്കൊക്കെ ഉദ്ധവരെ വലിയ പ്രീതിയുള്ള ആളാണ്. ദുര്യോധനനെയും കണ്ടു ചൊല്ലി രാമൻ അണഞ്ഞതായി. രാമൻ വന്നിട്ടുണ്ട്, ബലരാമൻ വന്നിട്ടുണ്ടെന്ന്. സംഘർഷണൻ വന്നതോർത്ത് സന്തോഷിച്ചു സമസ്തരും. ഇയാളെ നാണം കെടുത്തി വിടാൻ പറ്റിയ സന്ദർഭമാണ് എന്ന് വിചാരിച്ച് എല്ലാവരും സന്തോഷിച്ചു. സാമ്പനെ കൊണ്ടുപോവാൻ ഇങ്ങോട്ട് എത്താനയച്ചതാം. സാമ്പനെ കൊണ്ടുപോവാൻ, ലക്ഷ്മണനെയും കൊണ്ട് പോവാൻ തേരിൽ വലിയ തേരിലാണ് വന്നത്. ഇതങ്ങോട്ട് കേക്കളും സംഗതി മോശയോട്. 5-ാമത്തെ ശ്ലോകം. നമ്മോട് ചോദിപ്പതിനന്യോന്യം ചൊല്യമില്ലവേ അർഘ്യപാദാദി കൈക്കൊണ്ട് നടന്നാരത്രയും ക്ഷണം. നമ്മോട് ചോദിപ്പതിനെന്ന് അന്യോന്യം ചൊല്ലിമെല്ലവേ അർഘ്യപാദാദി കൈകൊണ്ട് നടന്നാരത്രയും. ബലരാമൻ്റെ മാഹാത്മ്യം ഓർത്ത് ദേവവ്രതാദികൾ. ഭീഷ്മർക്കറിയാം ബലരാമൻ ആരാന്നുള്ളത്. നമസ്കരിച്ചെഴുന്നേറ്റു തൊഴുതു കൈ പൂണ്ടു നിന്നുടൻ വളരെയധികം ബഹുമാനിച്ചു. ചോദിച്ചു കൃഷ്ണനും മറ്റും കുശലം പുണ്യശാലികൾ രാജധാനിക്കു പോകാം എന്നൊരു ചെയ്തു സുയോധനൻ. അതായത് ഇത് കൊട്ടാരത്തിലാണല്ലോ പോയി കണ്ടത് ധൃതരാഷ്ട്രനൊക്കെ. എന്നാൽ നമുക്ക് ഹസ്തിനപുരത്തിലേക്ക് പോവാം, രാജധാനി അടുത്താണ്. ചോദിച്ചു കൃഷ്ണനും മറ്റും കുശലം പുണ്യശാലികൾ രാജധാനിക്ക് പോകാമെന്നുര ചെയ്തു സുയോധനൻ. തൊഴുതും കൊണ്ടപേക്ഷിക്കെ ചൊല്ലി രാമൻ മഹാഭുജൻ. തൊഴുതും കൊണ്ടപേക്ഷിക്കെ ചൊല്ലി രാമൻ മഹാഭുജൻ. ഉഗ്രസേന മഹീപാലൻ കൽപ്പിച്ചാം വന്നതിന്നു ഞാൻ. മൂപ്പര് പറയാണ്, ഉഗ്രസേന മഹാരാജാവ് പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് ഇവർക്ക് ഇഷ്ടമായില്ല. ഉഗ്രസേൻ ശ്രീകൃഷ്ണനെ പിടിച്ച് കെട്ടണമെന്ന് വിചാരിച്ച നന്ദി കെട്ട വർഗത്തിലൂടെ ആലോചിച്ച് നോക്കും. അതെത്രയും ക്ഷണം കേട്ടു നടന്നിടണം ഏവരും മറ്റൊന്നുമല്ലത് അന്വേഷിച്ചറിഞ്ഞാണുര ചെയ്യൂ ഞാൻ. ഇദ്ദേഹം പറഞ്ഞേ കൂടുതൽ ഈ ഒരു കാര്യത്തിലൊന്നും സംസാരിക്കണ്ട, അതെത്രയും ക്ഷണം കേട്ട് നടന്നിടണം ഏവരും. ഉഗ്രസേന മഹാരാജാവ് എന്താ പറഞ്ഞത്? അവരെ വിട്ടയക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിട്ടയക്കുക, അതിനെപ്പറ്റി കാമാവുന്നൊരക്ഷരം ഇനി പറയാൻ പാടില്ല. മറ്റൊന്നുമല്ലത് അന്വേഷിച്ച് അതറിഞ്ഞാണ് ഉര ചെയ്യൂ ഞാൻ. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഉഗ്രസേന മഹാരാജാവിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സമ്മതപ്രകാരമാണ് വന്നിട്ടുള്ളത്. ഇത് അതിലേറെ
ധർമ്മപ്രകാരമായി തന്നെ യുദ്ധം ചെയ്തൊരു സാമ്പനെ ആറാളൊന്നിച്ച് അധർമ്മത്താൽ ബന്ധിച്ചാർ നിങ്ങളെങ്കിലും. കാര്യത്തിലേക്ക് കടന്നു മൂപ്പരെ. ധർമ്മപ്രകാരമായി തന്നെ യുദ്ധം ചെയ്തൊരു സാമ്പനെ, സാമ്പൻ അക്രമമൊന്നും കാണിച്ചില്ല, അയാളുടെ പൗരുഷം കാണിച്ചു. നിങ്ങൾ ആറാൾ എതിർത്തു, നിങ്ങൾ ആറാളുടെയും കയ്യിൽ നിന്ന് വില്ല് തെറിപ്പിച്ചു, വിജയശ്രീകളായി. പക്ഷെ നിങ്ങളെന്താ ചെയ്തത്? പെട്ടെന്ന് അയാളെ കടന്നു പിടിച്ച് കയറുകൊണ്ട് കെട്ടി രണ്ടാളേനെയും രാജധാനിയിൽ കൊണ്ട് വയ്ക്കുകയല്ലേ ചെയ്തത്? അത് ശരിയായോ? ക്ഷമിച്ചു ഞാൻ, അത് ഞാൻ ക്ഷമിച്ചു എന്ന് പറയണം. ഇനി വേറൊരു യുദ്ധം വേണ്ട, അയാളങ്ങടെ അയക്കാം. ക്ഷമിച്ചു ഞാൻ വിരോധത്തിനിടയാക്കരുതാകയാൽ. തമ്മിൽ സംബന്ധികളായിട്ട് നമ്മൾ വിരോധത്തിന് ഇടവരുത്തരുത്. ഇതൊക്കെ വായിച്ച് പഠിക്കണം. ഈ ഉപദേശങ്ങളാണ് ഭാഗവതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഒരു പൊട്ടലും ചീറ്റലും ഉണ്ടാവില്ല, യുഗോ ഉണ്ടാവില്ല എന്നർത്ഥം. ക്ഷമിച്ചു ഞാൻ വിരോധത്തിനിടയാക്കരുതാകയാൽ ഉടൻ താൻ അവനെ കോപം പൂണ്ടു ദുര്യോധനാദി. ഇത് പറയലും എന്താന്നാ പറയുക, കത്തിവേഷം പോലെ എടുത്ത് ചാടി അളിയാളം തുടങ്ങി ദുര്യോധനൻ. ഉടൻ താൻ അവനെ കോപം പൂണ്ടു ദുര്യോധനാദികൾ ബലൻ്റെ വാക്കുകൾ തടഞ്ഞോതിനാരൊട്ടുറക്കവേ. ബലരാമൻ സംസാരിച്ചതിനേക്കാൾ ഉറക്കെ കയറി സംസാരിച്ചു. ഇത്രയും മാറിയോ കാലം എനിക്ക് അത്ഭുതമാകയാം. ഇത് എന്തപ്പം ഞാൻ കേൾക്കണത്? ഞങ്ങൾ കൗരവര് രാജ്യം ഭരിക്കണതാണ് അശ്വനപുരയിൽ. അപ്പോൾ എവിടുന്നപ്പോൾ ഈ ഉഗ്രസേന മഹാരാജാവ് വന്നത്? ഞങ്ങളുടെ അലംഭാവം കൊണ്ടാണ് അദ്ദേഹം രാജാവായിട്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇത്രയും മാറിയോ കാലം എനിക്ക് അത്ഭുതമാകയാം. കിരീടം നീക്കി മൂർധാവിലേറി നിൽപ്പൂ ചെരുപ്പുകൾ. ഞങ്ങളുടെ തലയിൽ കിരീടമുണ്ട്, അത് മാറ്റിയിട്ട് ചെരുപ്പ് വെക്കാൻ നോക്കുകയാണോ? കൽപ്പിച്ചിടുകയാം പോലും കുരുക്കളോട് വൃഷ്ണികൾ. കൽപ്പിക്കാൻ ഇവരാരാന്നാ ചോദിക്കണതേ? യദുക്കളുടെ കൂട്ടത്തിൽ നിന്നു കൗരവർ കുന്തിയെ കൊണ്ടുപോരുകയാൽ ഓർക്കാറില്ല നാം ഒത്തുകാലമായി. യദുക്കളുടെ കൂട്ടത്തിൽ നിന്ന് കൗരവർ കുന്തിയെ കൊണ്ടുപോരുകയാൽ ഓർക്കാറില്ല നാം ഒത്തുകാലമായി. ഞങ്ങൾ യദുക്കളെ നിങ്ങൾക്ക് കൂട്ടാക്കിയില്ല. ഞങ്ങളുടെ ചെറിയച്ഛന് പാണ്ഡു മഹാരാജാവിന് കുന്തിനെ ഭാര്യയായിട്ട് കൊണ്ടുവന്നു. അതോടുകൂടി ബന്ധമൊക്കെ തീർന്നു. പരമശയിലെ ഓരോ പന്തിയിൽ ഉണ്മാനും മറ്റും നാം സമ്മതിച്ചതാം. ഒരു പന്തിയിലിരുന്ന് ഊണ് കഴിക്കാം, നമ്മൾ ബന്ധുക്കളാണെന്ന് ഞങ്ങൾ ആക്കി തീർത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ രാജശാസനം എന്തിനാ? സിംഹാസനം തന്നെ നാം ആണ് അവർക്കനുവദിച്ചതും. ഒരു രാജ്യമായിട്ട് അവരവിടെ ഇൻഡിപെൻഡൻ്റായിട്ട് ഭരിച്ചോളാൻ പറഞ്ഞത് നമ്മുടെ ഔദാര്യമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. ആലവട്ടം കൂടാത്തത ഒന്നും പാടില്ലതേ വരെ എന്തോ ചെയ്യട്ടെ പാവങ്ങളെന്നു വെച്ചപ്പോഴേക്കിതാ ശാസനകൾ വരണമെന്നാ. അവരാലവട്ടം എന്ത് വേണമെങ്കിൽ പൊടിച്ചോളൂ, നമുക്ക് എന്താ? നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ അവർ വെറും പുഴുക്കളാന്നുള്ള ഭാവത്തിലല്ലേ സംസാരിക്കുന്നത്. യദുക്കൾ തലയിൽ കയറി തുടങ്ങി മതമത്തരായി. ഇതാണ് അസഭ്യരായോരെ നല്ലോർ മാനിച്ചു പോകുവിൽ. അസഭ്യരായോരെ നല്ലവരെ മാനിച്ചു പോയാൽ അല്ലേ, നമ്മൾ മലയാളത്തിൽ പറയും ഇരിക്കാൻ സ്ഥലം കൊടുത്താൽ കിടക്കുന്നു. അപ്പം ഇത് ആരുടെ വാക്കാണ്? ദുര്യോധനാദികളുടെ വാക്കാണ് കേട്ടോ, അത് ശ്രദ്ധിക്കണം. വരും ഫലം. അപ്പോൾ ഇതേപോലെയുള്ളതൊക്കെ വരും, പക്ഷെ അതൊന്നും ഞങ്ങൾ കൂട്ടാക്കില്ല, സഹിച്ചിടില്ല. ഞങ്ങൾ സഹിച്ചിടില്ല. അല്പൻ ഐശ്വര്യമോലുകിൽ അല്പൻ ഐശ്വര്യം കിട്ടിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുള്ളൂ. പക്ഷേ തല മറന്ന് എണ്ണതേക്കരുത്. യാദവന്മാരെ നാം ഇത്ര വളർത്തിയതു കാരണം ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണ് നിങ്ങൾ വളർന്നത്, അല്ലെങ്കിലൊക്കെ നിങ്ങളേനൊക്കെ ഇരുത്താൻ അറിയാമെന്നാണ് പറഞ്ഞത്.
യാദവന്മാരെ നാം എത്ര വളർത്തിയതു കാരണം നമ്മോട് തന്നെയാണ് ആദ്യം വീമ്പ് കാണിച്ചിടേണ്ടതും. ഓഹോ, ഇവരേനെ നമ്മൾ ചിറ്റമ്മയ്ക്ക് കൊടുത്ത ബഹുമാനം ഇവർ വിചാരിച്ചു ഇവരെ നമ്മൾ അനുശാസിക്കുന്നു. അതേതായാലും വേണ്ട. താങ്ങി പൊങ്ങിച്ചു നിന്നോരിൽ തന്നെ തുപ്പും കൃതജ്ഞരാം. ആ കൃതജ്ഞൻ എന്നുള്ള വാക്കൊക്കെ കൃതജ്ഞതയുടെ ഓപ്പോസിഷനാണ്. എപ്പോഴും കൃതജ്ഞതാഭരിതന്മാരായിരിക്കണം. ഇവിടെ എന്താ പറഞ്ഞത്? താങ്ങി പൊങ്ങിച്ചു നിന്നോരിൽ തന്നെ തുപ്പും കൃതജ്ഞരാം. അല്പന്മാർ അർദ്ധരാത്രിക്കു പിടിക്കും കുടാ വാസ്തവം. പുതിയ കുടയ്ക്ക വാങ്ങിയവർ അല്പന്മാർ രാത്രി ഒറ്റയ്ക്ക് പോവുകയാണെങ്കിലും കുട പിടിക്കുന്നത്. രാത്രി കുട പിടിക്കേണ്ട ആവശ്യം എന്താ അല്ലേ? അങ്ങനെയൊക്കെയാണ്. ഉഗ്രസേന മഹീപാലൻ ഉഗ്രസേന മഹീപാലൻ കേട്ടില്ലേ നിങ്ങൾ പറഞ്ഞത്? ചൊൽവദേവരും അതാതാൾ തന്നെ 4-5 കുറി ചൊല്ലട്ടെ അങ്ങിനെ. ഒരു 4-5 പ്രാവശ്യങ്ങൾ പറഞ്ഞോട്ടെ. കാമം കരഞ്ഞ് കളയണമെന്ന് പറഞ്ഞ മാതിരി അവരായി അവരുടെ രാജായി ഒരു 4-5 പ്രാവശ്യം പറഞ്ഞോളൂ നിങ്ങൾ. പക്ഷെ അതൊന്നും ഞങ്ങൾ കൂട്ടാക്കാൻ പോണില്ല. ഓണപ്പുടവയും മറ്റും ഏകിയാൽ ചിലരോതിടും രാജചിഹ്നങ്ങൾ ഇനിമേൽ അവർ കരുതോ തീർച്ചയാം. ഈ വഞ്ചാമ്പരം മാലവട്ടം തഴകൊട ഇനി മേലിൽ അവർക്ക് കൊടുക്കരുത്. അവരെ നിഷ്കാസനം ചെയ്യാം. അവർ സാധാരണക്കാർ, ഹസ്തിനപുരത്തിൻ്റെ താഴെയാണ് അവർ എന്നൊക്കെയാണ് ഇപ്പോൾ ഇയാൾ പുലമ്പണത്. ഓണപ്പുടവയും മറ്റും ഏകിയാൽ ചിലരോതിടും രാജചിഹ്നങ്ങൾ ഇനിമേലവർ കരുത് തീർച്ചയാം. മാന്യരാണ് മഹേന്ദ്രനും ഭീഷ്മദ്രോണാർജുനാദികൾ. എന്താ പറഞ്ഞത്? മാന്യരാണ് മഹേന്ദ്രനും. ഇന്ദ്രൻ മഹാനാ, ഞങ്ങളെ അഭിനന്ദിച്ച് സംസാരിക്കുന്ന പറഞ്ഞതേ. മാന്യരാണ് മഹേന്ദ്രനും ഭീഷ്മദ്രോണാർജുനാദികൾ. അവർ കുഴപ്പമില്ലാന്ന്. എന്നിട്ടോ അതേ കൗരവരോട് ഉഗ്രസേനൻ കൽപ്പിപ്പോ നിസ്ത്രപം. നാണമില്ലാണ്ട് അവർ നമ്മളോട് കൽപ്പിക്കേ. ഇതെങ്ങനെ സഹിച്ചിടും പൊറുത്തേൻ ആളെ നോക്കി ഞാൻ ഒട്ടുകാലം ഗതാഭ്യാസം എന്നെ ചെയ്യിച്ചതല്ലയോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ക്ഷമിച്ചു. നിങ്ങൾ എന്നെ കുറച്ച് കാലം ഗതാഭ്യാസം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇതോടുകൂടി തീർത്തു. ഇനി ഒരു ഗുരുവില്ല, ശിഷ്യനുമില്ല. കടക്കപ്പടി പുറത്തുനിന്നായി. ഈ മട്ടിൽ വിത്താഭിമതം തുളുമ്പും ദുര്യോധനൻ തൊട്ടവർ മിക്ക പേരും രാമൻ്റെ മുമ്പാകെ അസഭ്യം മോദി തിരിഞ്ഞു നോക്കാതെ മടങ്ങി വേഗം. ഇദ്ദേഹത്തിനെ അപമാനിച്ച് അവർ തിരിഞ്ഞു പോയി. ഇതെങ്ങനെ സഹിച്ചിടും പൊറുത്തേൻ ആളെ നോക്കി ഞാൻ ഒട്ടുകാലം ഗതാഭ്യാസം എന്നെ ചെയ്യിച്ചതല്ലയോ. ഈ മട്ടിൽ വിത്താഭിമതം തുളുമ്പും ദുര്യോധനൻ തൊട്ടവർ മിക്ക പേരും രാമൻ്റെ മുമ്പാകെ അസഭ്യം മോദി തിരിഞ്ഞു നോക്കാതെ മടങ്ങി വേഗം. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാഖണ്ഡേ ഷഷ്ട്യധികശതതമ സർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അത് കഴിഞ്ഞ് 167 സർഗം വരുന്നു. ബലരാമൻ്റെ കോപം, ദുര്യോധനാദികളുടെ ക്ഷമാപണം. ഇത്രയേ ഉള്ളൂ. ബലരാമനെ അസഭ്യം പറഞ്ഞു. ബലരാമൻ തർക്കത്തിലൊന്നും പറയാൻ പോയില്ല. കർമ്മം കൊണ്ട് കാണിച്ചു. പേടിച്ച് വിറച്ച് മുട്ടുകാല് വിറച്ച് മുള്ളി. ദുര്യോധനാദികളുടെ ക്ഷമാപണം. ഇനി എന്താ വേണ്ടത്? ഏറെക്കുറെ ഇപ്പോഴത്തെ എന്താണെന്നാ പറയുക, രാഷ്ട്രീയം പോലെ ഡേറ്റ് എഴുതി വെച്ചോളൂ. എന്നിട്ട് എന്താണെന്ന് നിങ്ങൾ സ്വയം ആലോചിച്ചാൽ മതി. 19, 11, 20, 24 കടക്കട്ടേത്. ഇന്ന് 19/11/2024. ഇതൊക്കെ വായിച്ച് പഠിച്ചിട്ടുള്ളവരൊന്നും രാഷ്ട്രീയത്തിലേക്ക് വരില്ല. രാഷ്ട്രീയത്തിലേക്ക് വരും,
പ്രജകളെ നിലയ്ക്ക് നിർത്തും. ഇന്ന് പ്രജകളെ ആകമാനം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാതെ കണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും തുച്ഛമായ പെൻഷനും അടിമകളാക്കി. അതാണ് സത്യം. മനസ്സിലായി. എന്തോ ആവട്ടെ, ഗോ ടു ഹെൽ എന്ന് പറയാനത് ഓർത്തുള്ളൂ. 1-ാം ശ്ലോകം. കുരുക്കളുടെ ധിക്കാരം കണ്ടു കോപാരുണേക്ഷമൻ. കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോട് കൂടിയിട്ടുള്ള ബലരാമൻ. കുരുക്കളുടെ ധിക്കാരം കണ്ടു കോപാരുണേക്ഷണൻ മിണ്ടാതെ നിന്നാൻ. ആക്ഷേപം കേട്ടുകൊണ്ട് അച്യുതാഗ്രജൻ. ആക്ഷേപം കേട്ട് മിണ്ടിയില്ല, കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. പരുഷം ചൊല്ലിടുന്നോരെ ക്ഷമ കൊണ്ടു ജയിക്കുവാൻ അഭ്യസിക്കുകയാണെന്ന് തോന്നുമാറു മഹാശയൻ. ഇത് വലിയൊരു ഡിഗ്രിയാണ്. സനാതന ധർമ്മത്തിലെ വലിയൊരു ഡിഗ്രി ഏതാ? പരുഷം ചൊല്ലിടുന്നോരെ ക്ഷമ കൊണ്ട് ജയിക്കുവാൻ. പരുഷം ചൊല്ലിയവരെ ക്ഷമ കൊണ്ട് ജയിക്കുക. അപ്പോൾ അവർ തോറ്റുന്ന. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താ ഉണ്ടായത്? പരുഷം ചൊല്ലിടുന്നോരെ ക്ഷമ കൊണ്ടു ജയിക്കുവാൻ അഭ്യസിക്കുകയാണെന്ന് തോന്നുമാറു മഹാശയൻ. പക്ഷെ ഉള്ളിലിരിപ്പ് അതായിരുന്നില്ല. കർമ്മം കൊണ്ട് അദ്ദേഹം തറ പറ്റിച്ചു ഗുരുക്കളെ. പരമശയോ പരുഷം ചൊല്ലിടുന്നോരെ ക്ഷമ കൊണ്ടു ജയിക്കുവാൻ അഭ്യസിക്കുകയാണെന്നു തോന്നുമാറു മഹാശയൻ. കോപം കാട്ടാതിരുന്നീടാൻ ഒട്ടു ചിരി പൂണ്ടുടൻ. ഒന്നിങ്ങനെ മന്ദസ്മിതം ഒഴിച്ചുകൊണ്ട് സാമ്യാവസ്ഥ. എന്താ സാമ്യാവസ്ഥ എന്ന് പറഞ്ഞാൽ? പഠിച്ചവനും പഠിക്കാത്തവനും ഒരേപോലെ. ലെറ്റ് ഇറ്റ് ബി. വി വിൽ സി. കർമ്മം കൊണ്ട് നമുക്ക് അവരെ തോൽപ്പിക്കാം. അവർ വാക്കുകൊണ്ട് ഇപ്പം എന്നെ ജയിച്ചിട്ടായിരിക്കുന്നത്. അത് ഞാൻ കേട്ട് നിന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തവർ പെരുമാറുന്ന പോലെ വിദ്യാഭ്യാസമുള്ളവർ പെരുമാറാൻ പാടില്ല. അതാണ് സനാതനധർമ്മം. വലിയ പേര് കേട്ടതാ. മനസ്സിലായില്ലേ? അഭ്യസിക്കുകയാണെന്ന് തോന്നുമാറു മഹാശയൻ. കോപം കാട്ടാതിരുന്നിടാൻ ഒട്ടൊട്ടു ചിരിപൂണ്ടുടൻ ചൊല്ലിനാൻ ഉദ്ധവൻ മുമ്പായവരോട് അജിതാഗ്രജൻ. ഉദ്ധവരോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മൂർഖരോട് ദയാഭാവം തോന്നിപ്പോയത് അബദ്ധമായി. ഇത് മൂർഖന്മാരാണ്. മൂർഖരോട് ദയാഭാവം തോന്നിപ്പോയത് അബദ്ധമായി. അവജ്ഞയെല്ലാം കേൾക്കേണ്ടി വന്നതോർക്കിൽ അതിൻ ഫലം. അവജ്ഞയെല്ലാം കേൾക്കേണ്ടി വന്നതോർക്കിൽ അതിൻ ഫലം. വെറുതെ പട്ടിവാലൊട്ടുമെല്ലെ തടവി തീർക്കുവാൻ തുനിഞ്ഞു പോയ ഞാൻ തന്നെയാണ് മൂഢൻ നിനയ്ക്കുക. ശരിക്ക് സംഭവിച്ച കാര്യങ്ങളെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അവജ്ഞയെല്ലാം കേൾക്കേണ്ടി ഓർക്കിൽ അതിൻ ഫലം. വെറുതെ പട്ടിവാലൊട്ട് മെല്ലെ തടവി നീർക്കുവാൻ. പട്ടിയുടെ വാല് തലോടി നികത്താം, നേരെയാക്കാമെന്ന് വിചാരിച്ചാൽ ശരിയാവില്ല. ഈ ഒരൊറ്റ ശ്ലോകം മതി കൗരവരെ പിച്ച് ചീന്തി ചുമരുമ്പിൽ ഒട്ടിക്കാൻ. അവരൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇദ്ദേഹം ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. വെറുതെ പട്ടിവാലൊട്ടുമെല്ലെ തടവി നീർക്കുവാൻ തുനിഞ്ഞു പോയ ഞാൻ തന്നെയാണ് മൂഢൻ നിനയ്ക്കുക. 12,000 വർഷം അല്ലേ? പട്ടിയുടെ വാല് കുഴലിലിട്ടാലും, അതായത് നേരെ ഇട്ടാലും, കുഴലെടുത്താൽ പിന്നെയും വളഞ്ഞിട്ടെന്ന് പറയും. അത് പട്ടിയുടെ ശരീരത്തിലുള്ള എല്ലാ ഭാഗത്തും ഈച്ചയും കൊതും കടിച്ചാൽ തട്ടാൻ ഉപകരിച്ചിട്ടാണ് വളഞ്ഞ വാല്. ഭഗവാൻ ഇന്ന് കാലത്ത് ഞാൻ എൻ്റെ ഒരാളോട് പറഞ്ഞേ ഉള്ളൂ. ഞങ്ങളങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ 5 വിരൽ
പല നീളത്തിലായത്. പക്ഷേ ഇത് മടക്കിയാലോ ഒരേപോലെ കണ്ടോ, എല്ലാം ഒപ്പം ഇരിക്കും. ഈ നേരെ മറിച്ച് എല്ലാം ഒന്നും അല്ലെങ്കിൽ ചെറുവിരലിൻ്റെ പോലെ എല്ലാ ഹൈറ്റ്, അല്ലെങ്കിൽ ഈ നടുവിരലിനെ പോലെ ഒരേപോലെ ആണെങ്കിൽ നമ്മൾക്ക് ഒരു സാധനം ഇങ്ങനെ കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ തള്ളവിരലിൻ്റെ ഈ ഗ്യാപ്പ് ഇങ്ങനെ ഇത്ര നിർത്തിയതൊക്കെ സൃഷ്ടി വൈഭവമാണ്. ഈശ്വരനോട് നമ്മൾ മിനിറ്റിന് 30 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 100 പ്രാവശ്യം ഭഗവാനെ സ്തുതിക്കേണ്ട ആൾക്കാരാണ്. എന്തിന്? നമോ നാരായണായ, നമോ നാരായണായ, നമോ നാരായണായ. ഭഗവാനെ സ്തുതിക്കണം. ഇത്രയും നല്ല ഒരു ശരീരം, കണ്ണിന് കണ്ണ്, കാതിന് കാത്, മൂക്കിന് മൂക്ക്, വായ, നെറ്റി, തല, കയ്യ്, ഷോൾഡർ, എന്തൊക്കെ തന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും നമ്മൾ ഭഗവാനെ ധന്യവാദം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? ഈശ്വരൻ നമ്മുടെ ഹൃദയപത്മത്തിലുണ്ട്. നമ്മുടെ കുരുത്തക്കേടുകളൊക്കെ കേട്ടുകൊണ്ട് നമ്മൾക്ക് ശിക്ഷ വിധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയില്ല. അബദ്ധജടിലമായിട്ടുള്ള ജീവിതക്രമമാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ തുനിഞ്ഞുപോയ ഞാൻ തന്നെയാണ് മൂടൻ, നിനയ്ക്കുകിൽ അഹങ്കാര പ്രലപനം കേട്ടു മിണ്ടാതിരുന്നു ഞാൻ. ഭയന്നുപോയെന്നുൾ പൂവിലോർക്കുന്നുണ്ടാം നരാധമൻ. അവൻ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ പേടിച്ച് വസ്തുതായിരിക്കണത് എന്നുള്ളത്. ഇനിയിപ്പോൾ എൻ്റെ ശിക്ഷാ നടപടി ഞാൻ തുടങ്ങും. അവൻ എൻ്റെ കാലിൽ വന്ന് വീഴ്പ്പിക്കും ഞാൻ. ബലരാമൻ സ്വാമി പറയാം, ഭയന്നു പോയെന്ന് ഉൾപ്പൂവിലോർക്കുന്നുണ്ടാം നരാധമൻ. താനൊട്ട് അവജ്ഞയേൽക്കേണ്ടി വന്നാൽ പോലും ഒരിക്കലും അന്യന് അഹിതം എമ്മട്ടും ചെയ്യുകയില്ല മഹാജനം. ഇതാണ് സനാതന ധർമ്മത്തിലത്തെ PhDക്കുള്ള സബ്ജക്റ്റാണത്. PhD എടുക്കണം, ഡോക്ടർ ഓഫ് ഫിലോസഫി ഇൻ സനാതന ധർമ്മം. എന്താ? താനൊട്ട് അവജ്ഞയേൽക്കേണ്ടി വന്നാൽ പോലും ഒരിക്കലും. അത് ചിലപ്പോൾ കുടുംബത്തിൽ ഉള്ളവരിൽ നിന്നാവാം, നാട്ടുകാരിൽ നിന്നാവാം. നമ്മൾ എത്രത്തോളം അവജ്ഞ കൈകൊണ്ട് മിണ്ടാണ്ടിരുന്നു അത്രത്തോളം നമ്മുടെ ഉള്ളിലുള്ള ദൈവിക ശക്തി നമ്മളെ പ്രബലനാക്കും. കാരണം എന്താ? ഈ ആമയും മുയലും കൂടി ഓടിയ കൂട്ടത്തിലാവും. ആമ വലിയ പോവുള്ളൂ, മുയൽ ഇപ്പോൾ ദുര്യോധനനെ പോലെയാണ്, വലിയ വേഷാലങ്കാര വിഭൂഷിതനായിട്ട് അല്ലേ, ബള്ള് പറഞ്ഞുകൊണ്ട് നടക്കും. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതേപോലെ താനൊട്ട് അവജ്ഞയേൽക്കേണ്ടി വന്നാൽ പോലും ഒരിക്കലും അന്യന് അഹിതം എമ്മട്ടും ചെയ്യുകില്ല മഹാജനം. എന്നാൽ അതൊന്നും ഇവിടം ചേരുകില്ലൊരു മട്ടിലും. അത് ഇവിടെ നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ദുഷ്ടന്മാരോട് നിയമം പാലിക്കൽ പരഹാസ്യനാം. ഇത് വേറൊരു പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പാണ് ഈ ഒരു പദ്യം. ദുഷ്ടന്മാരോട് നിയമം പാലിക്കൽ പരിഹാസ്യനാം, മതാന്ധരുടെ മുമ്പാകെ ഒട്ടും പറ്റില്ല സാന്ത്വനം. മതം കൊണ്ട് അന്ധന്മാരായിരിക്കുന്നവരുടെ മുമ്പിൽ സാന്ത്വന വാക്കുകൾ നടക്കില്ല. അതായത് 3 തരം ശിക്ഷണമുണ്ട്. ഏതാ? ഒന്ന് ചൊല്ലിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കൊട്. ചൊല്ലിക്കൊടുക്കുക, ഉപദേശിക്കുക, പിന്നെ ശിക്ഷിക്കുക, പിന്നെ തള്ളിക്കൊടുക. അപ്പോൾ ഗോ ടു ഹെൽ. അത് മക്കളാണെങ്കിലും ശരി. ഇഷ്ടമില്ലാത്ത കുട്ടി തൊട്ടതൊക്കെ കുരുത്തക്കേടെന്നൊരു ചൊല്ലുണ്ട്, അതിനിട വരുത്തരുത്. മതാന്തരുടെ മുമ്പാകെ ഒട്ടും പറ്റില്ല സാന്ത്വനം, പഞ്ചാക്ഷരം ഫലിക്കില്ല പോത്തുകൾക്ക്. പോത്തിൻ്റെ ചെവിയിൽ പോയിട്ട് ഓം നമ ശിവായ, ശിവായ നമ ഓം ജപിച്ചിട്ട് കാര്യമില്ല, അത് വെട്ടും. അതിൻ്റെ സ്വഭാവമാണത്. പഞ്ചാക്ഷരം ഫലിക്കില്ല പോത്തുകൾക്ക്. അടിയാം ശരി, അടിച്ചാൽ അവർ പറഞ്ഞാൽ കേൾക്കും. കോപിച്ചു കൃഷ്ണനോടൊപ്പം പുറപ്പെട്ട യദുക്കളെ മടക്കി വൈരം കൂടാതെ കഴിപ്പാൻ ഓർത്തുപോകയാൽ. കൃഷ്ണനും കൂട്ടരും 4 അംഗപ്പടയോടുകൂടി പുറപ്പെട്ടതായിരുന്നു അങ്ങോട്ട്. അപ്പം ഞാനാ പറഞ്ഞത്,
നിങ്ങളൊന്ന് ശാന്തരാകുവിൻ. ഞാനൊന്ന് പോയി ഈ ഒരു യുദ്ധമില്ലാതെ കണ്ട് നമ്മുടെ കുട്ടികളെ, അതേ സാമ്പനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടുവരാം എന്ന് എനിക്കൊരു അഹങ്കാരച്ചാൽ ഞാനൊരു പിന്നെ മുതിർന്ന ആൾ, ഞാൻ അവനെ വിദ്യ പഠിപ്പിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷേ അവൻ ഭള്ള് പറഞ്ഞിട്ട് എന്നെ തോൽപ്പിച്ചു എന്നാണ് അവൻ വിചാരിക്കുന്നത്. മടക്കി വൈരം കൂടാതെ കഴിപ്പാൻ ഓർത്തു പോകയാൽ വേണ്ടുന്നത് അച്യുതൻ ചൊല്ലിയതു മാനിച്ചതില്ല ഞാൻ. എൻ്റെ സഹോദരൻ പറഞ്ഞു, ഞാൻ കേട്ടില്ല. ബുദ്ധി കെട്ടവർ യുദ്ധത്തിൽ നശിക്കേണ്ടും അസത്തുകൾ. ഇവിടെ വലിയൊരു യുദ്ധം ചെയ്ത് യുവന്മാരേനൊക്കെ യമാലയത്തിലേക്ക് അയക്കേണ്ടത്, അത് ഒഴിവാക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചത്. അത് ശരിയായില്ല. അഹങ്കാരികൾ ആക്ഷേപിപ്പതെങ്ങനെ പൊറുത്തിടും. ഇപ്പോൾ എൻ്റെ സ്ഥിതി എന്താ? അഹങ്കാരികൾ ആക്ഷേപിപ്പതെങ്ങനെ പൊറുത്തിടും. ഉഗ്രസേന മഹീപാലനെന്നു ഞാനുര ചെയ്തതാം. ഞാൻ എൻ്റെ രാജാവ്, ഉഗ്രസേന മഹാരാജാവ് എന്ന് പറഞ്ഞത് അവർക്ക് പറ്റിയില്ല. തറച്ചുപോയത് ഇത്രയും കുരുത്തം കെട്ട ദുഷ്ടനിൽ. അവൻ്റെ ഹൃദയം ഭേദിച്ചുതാ. തറച്ചുപോയി അതത്രയ്ക്കും കുരുത്തം കെട്ട ദുഷ്ടനിൽ ഇന്ദ്രാദിലോകപാലന്മാർ പോലും ആജ്ഞയെ ഗുഗിൽ. ഉഗ്രസേന മഹാരാജാവ് ഇന്ദ്രനോട് ആജ്ഞ ചെയ്താൽ ഇന്ദ്രൻ കേൾക്കും. കാരണം എന്താ? ശ്രീകൃഷ്ണനെ ഭയന്നിട്ട്. മാനിക്കും ആ മഹാത്മാവ് അവൻ നീ പാലനല്ല പോൽ. എല്ലാവരും ഇന്ദ്രൻ കൂടി മാനിക്കുന്ന ഉഗ്രസേന മഹാരാജാവ് അവനീ പാലനല്ല പോൽ, രാജൻ ഭരിക്കാൻ കഴിവില്ലാത്തവനാണ് എന്ന് ഈ മൂഢൻ എന്നോട് പറഞ്ഞില്ലേ. ദേവന്മാർ തോറ്റുടൻ പാരിജാതം എന്നാർക്കു നൽകിയോ. ഇവനറിയോ ദേവന്മാരുടെ പിന്നെ കെട്ടിടത്തിലുള്ള അല്ലെങ്കിൽ പൂങ്കാവനത്തിലെ പാരിജാത പുഷ്പം എൻ്റെ അനിയൻ്റെ ഭാര്യ ചോദിച്ചപ്പോൾ ഒരു കൊമ്പെടുത്തപ്പോൾ യുദ്ധം ചെയ്ത് മരം മുഴുവനായിട്ട് കൊണ്ടുവന്നത് എൻ്റെ അനിയൻ. ഇവൻ എന്തറിയാം. അടുത്ത ഭാഗങ്ങൾ അടുത്ത ദിവസം. 37 മിനിറ്റായി മനസ്സിലായില്ലേ. ഏവർക്കും ശ്രീഹരിഭക്തി ഉണ്ടാവട്ടെ. ദുർനയമായ ജീവിത രീതികളിൽ നിന്ന് സ്വയം രക്ഷപ്രാപിക്കാൻ സാധിക്കട്ടെ. ലോകാസമസ്ത സുഖിനോ ഭവന്തു ആവട്ടെ നമ്മുടെ മുദ്രാവാക്യം. ഏവർക്കും നമസ്കാരം.